ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പേരിൽ ആഗോളതലത്തിൽ ഒറ്റപ്പെട്ട പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സഹായം തേടുന്നു. ഇന്ത്യയുമായുള്ള പ്രശ്നം പരിഹരിക്കാൻ ട്രംപ് ഇടപെടണമെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നിലവിൽ ആവശ്യപ്പെടുന്നത്. ഇസ്ലാമാബാദിൽ യുഎസ് എംബസിയിൽ യുഎസ് സ്വാതന്ത്ര്യത്തിന്റെ 249-ാം വാർഷികാഘോഷ പരിപാടിയിലാണ് പ്രശ്നപരിഹാരത്തിന് യുഎസിന്റെ ഇടപെടൽ ഷഹബാസ് ഷെരീഫ് ആവശ്യപ്പെട്ടത്. ഇന്ത്യ പാക് സംഘർഷം ലഘൂകരിക്കാൻ ട്രംപ് വഹിച്ച പങ്കിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. വിഷയത്തിൽ യുഎസ് മധ്യസ്ഥത വഹിച്ചിട്ടില്ലെന്ന് ഇന്ത്യ ആവർത്തിക്കുമ്പോഴാണ് ഇപ്പോൾ ഇത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന ഇന്ത്യയുടെ ആരോപണം തികച്ചും തെറ്റാണ്. ആരോപണം തെളിയിക്കുന്ന രേഖകൾ ഇന്ത്യ ലോകത്തിന് മുന്നിൽ കാണിക്കണം. വെടിനിർത്തലിന് ട്രംപ് വഹിച്ച പങ്കിന് നന്ദിയുണ്ട്. സമാധാനത്തിന്റെയും ബിസിനസ് കരാറുകളുടെയും മനുഷ്യനാണ് താനെന്ന് സംശയമന്യേ തെളിയിച്ചയാളാണ് ട്രംപ്. അദ്ദേഹം ഏറ്റുമുട്ടലുകൾക്കും യുദ്ധത്തിനും ശീതയുദ്ധത്തിനുമെല്ലാം എതിരാണ് എന്നും ഷഹബാസ് ഷെരീഫ് പറയുകയുണ്ടായി. നേരത്തെ പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരിയും വെടിനിർത്തലിന്റെ ക്രെഡിറ്റ് ട്രംപിന് നൽകിയിരുന്നു. ഇന്ത്യ പാക് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചത് താനാണെന്ന് 10 സ്ഥലത്തെങ്കിലും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിനുള്ള അംഗീകാരം അർഹിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ വെടിനിർത്തൽ നടപ്പാക്കാൻ സഹായിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ നിലനിർത്താൻ പാകിസ്ഥാനെ സഹായിക്കാൻ യുഎസിനാകുമെങ്കിൽ ഇന്ത്യയുമായി ഫലപ്രദമായ ചർച്ച സംഘടിപ്പിക്കാനും യുഎസ് സഹായിക്കുമെന്ന് ന്യായമായും കരുതാമെന്നാണ് ബിലാവൽ ഭൂട്ടോ പറഞ്ഞത്. എന്നാൽ ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ പാകിസ്ഥാന് ഭയമായതുകൊണ്ട് ഇപ്പോൾ അമേരിക്കയെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂരിൽ കനത്ത പരാജയം പാകിസ്ഥാൻ ഏറ്റുവാങ്ങിയെങ്കിലും ഇന്ത്യയെ വീണ്ടും യുദ്ധഭീഷണിപ്പെടുത്തുകയാണ് അയൽരാജ്യമായ പാകിസ്ഥാൻ. വെടിയുണ്ടകളെക്കുറിച്ചും വെള്ളം നിർത്തുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി മോദി സംസാരിക്കുന്നുവെന്ന് പാകിസ്ഥാൻ ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു. ഇന്ത്യ നിരന്തരം നമ്മെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും വീണ്ടും ഒരു യുദ്ധമുണ്ടായാൽ ഞങ്ങൾ ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കുമെന്നൊക്കെയാണ് ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത്. സിന്ധു നദിയിലെ ഓരോ തുള്ളി വെള്ളവും പാകിസ്ഥാൻ ജനതയുടെ അവകാശമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതായും ഷഹബാസ് പറഞ്ഞു. ഇതിനു പുറമെ സിന്ധു നദിയിലെ വെള്ളത്തിന്മേൽ പാകിസ്ഥാന് അവകാശമുണ്ട്. 1960-ൽ സിന്ധു ജല കരാറിൽ ഒപ്പുവെച്ചു. ഇപ്പോൾ വെള്ളത്തിന്റെ പേര് പറഞ്ഞ് ഇന്ത്യ രാവും പകലും നമ്മെ ഭീഷണിപ്പെടുത്തുന്നു. അതേസമയം റൊട്ടി കഴിക്കൂ അല്ലെങ്കിൽ വെടിയുണ്ടയുണ്ട് എന്ന പാകിസ്ഥാനെ കുറിച്ചുള്ള പ്രധാനമന്ത്രി മോദിയുടെ പ്രസ്താവനയുടെ ഭയം പാകിസ്ഥാൻ നേതാക്കളിൽ നിഴലിക്കുന്നുണ്ട്. ഷഹബാസ് ഷെരീഫ് മുതൽ ബിലാവൽ ഭൂട്ടോ വരെയുള്ള എല്ലാവരും മോദിയുടെ ഈ പ്രസ്താവനയിൽ കരയുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അമേരിക്കയോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പാകിസ്ഥാന്റെ പോക്ക്. പാകിസ്ഥാനിൽ നടത്തിയ പ്രസംഗത്തിനിടെ ഷഹബാസ് ഷെരീഫ് മോദിയുടെ ഈ പ്രസ്താവന പരാമർശിക്കുകയുണ്ടായി. കൂടാതെ അമേരിക്കയിൽ മോദിയുടെ ഈ പ്രസ്താവനയിൽ ബിലാവൽ ഭൂട്ടോ കരയുകയും ചെയ്തു. ഇന്ത്യയുമായി ചർച്ചയ്ക്ക് പാകിസ്ഥാൻ തയ്യാറാണെന്ന് ബിലാവൽ പറഞ്ഞു. വെടിയുണ്ടകളെ കുറിച്ചുള്ള മോദിയുടെ പ്രസ്താവനയിൽ പാകിസ്ഥാനിൽ എത്രമാത്രം ഭയമുണ്ടെന്നതിന് ഇതിനെല്ലാം തെളിവുകളാണ്. എന്നാൽ പാകിസ്ഥാൻ ഭീകരത സ്പോൺസർ ചെയ്യുന്നത് നിർത്താതെ ഒരു ചർച്ചകൾക്കും തയ്യാറല്ല എന്നുള്ള നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കൻ സന്ദർശനത്തിലുള്ള ഇന്ത്യൻ സർവകക്ഷി സംഘത്തെ നയിക്കുന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂറും ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. നിങ്ങളുടെ അയൽക്കാരൻ അദ്ദേഹത്തിന്റെ ഏതാനും റോഡ് വീലറുകളെ നിങ്ങളുടെ കുട്ടികൾക്ക് നേരെ അഴിച്ചുവിട്ട ശേഷം സംഭാഷണം നടത്താൻ വന്നാൽ നിങ്ങൾ അതിന് തയ്യാറാകുമോ എന്ന് ശശി തരൂർ അമേരിക്കയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ചോദിക്കുകയുണ്ടായി. ഞങ്ങളുടെ തലയ്ക്കു നേരെ തോക്കു ചൂണ്ടി നിൽക്കുന്നവരുമായി ഒരു ചർച്ചയും നടത്തില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.